ഒരു പോക്സോ കേസ് ജാതകത്തിന്റെ തന്നിട്ടുണ്ടായിരുന്നു. പോക്സോ കേസ് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് നോക്കിക്കോളൂ. ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അയാൾക്ക് കേസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. ഈ ജാതകത്തിൽ ഇപ്പോ 57 ആളാണ്, 57 മെയിലാണ്, പ്രായം ചെന്ന ആളാണ്. 2036 വരെ ആളുടെ ജാതകത്തില് ശുക്രദശയാണ്. 2036 വരെ ശുക്രദശയില് അപഹാരം നാഥൻ എന്ന് പറയുന്നത് രാഹുവാണ്. 2026 മെയ് മാസം 30 വരെ. അത് 2023 മുതൽ തുടങ്ങിയ രാഹുവിന്റെ അപഹാരമാണ്. 26 മെയ് വരെയുണ്ട്. ഛിദ്രനാഥൻ നിലവില് മെയ് മാസം മുതൽ നവംബർ വരെ ശുക്രനാണ്. ശുക്രദശയില് രാഹുവില് ശുക്രനാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുതലായിരിക്കും ആൾക്ക് കേസ് വഴക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിപ്പോ നമുക്ക് ഈ ബുധനെയും കേതുവിനെയും ശുക്രനെയും എല്ലാം നമ്മൾ അത് എടുക്കേണ്ടി വരും. ഇപ്പൊ ഉടനെ സ്റ്റാർട്ട് ചെയ്തതല്ല. ഏതായാലും ശുക്രനും രാഹുവും ഇതിൽ പ്രധാന പങ്കുണ്ട്. പിന്നെ കേതുവും ബുധനും അതിൽ ആക്റ്റീവ് ആയിരിക്കും. രാഹുവിന് എടുക്കണം. രാഹുവിന് നോക്കുക, രാഹു അപകാരനാഥനാണ്, ശുക്രന് ദശാനാഥനാണ്. അപ്പൊ ദശാനാഥനെ നോക്കുമ്പോൾ ദശ 4, 8 ഭാവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. വേറെ ശുക്രൻ ഏതെങ്കിലും ഭാവത്തിന്റെ സബ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. ശുക്രൻ നോക്കുമ്പോ ശുക്രൻ 4-ാം ഭാവത്തിന്റെയും 1, 4 ഭാവങ്ങളുടെ സബ്ലോഡ് ശുക്രനാണ്. 1, 4 ഭാവങ്ങളുടെ സബ്ലോഡ് ശുക്രനാണ്. വ്യാഴം അതിന്റെ എന്നല്ല. അപ്പോൾ തന്നെ വ്യാഴത്തിന്റെ സബ്ലോഡ് ഭാവങ്ങൾ നോക്കണം. വ്യാഴം നോക്കുമ്പോ വ്യാഴം 9, 12, 6 ഭാവങ്ങളാണ് കേട്ടോ. വ്യാഴത്തിന് 6-ാം ഭാവത്തിന്റെ സബ്ലോഡ് വന്നിട്ടുണ്ട്, 9-ാം ഭാവത്തിന്റെ സബ്ലോഡ് വന്നിട്ടുണ്ട്, പിന്നെ 12-ാം ഭാവത്തിന്റെ സബ്ലോഡ്. അപ്പൊ 6ഉം 12ഉം നിങ്ങൾക്ക് തന്നെ അറിയാം. ഹോസ്പിറ്റലൈസേഷൻ, 4 ചുമരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുക, തടവിലാക്കുക എന്നുള്ള ഫലങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി വ്യാഴം അത് ശുക്രനും കൂടെയാണ്. അപ്പൊ ശുക്രൻ എന്നുള്ള പ്ലാനറ്റ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ലഗ്നം നോക്കുക, ലഗ്നം ഇടവലഗ്നമാണ്. ഇടവലഗ്നത്തിന് 9-ാം ഭാവം ബാധയും കൂടെയാണ്. KP-യില് ബാധാസ്ഥാനം എടുക്കാറുണ്ട്, അത് അവിടെ നോക്കാം. ഇനി ദശ രാഹു നോക്കണം. രാഹു അപഹാരനാഥനാണ്. രാഹു ഇവിടെ സബ്ലോഡില് ഏത് ഭാവത്തിന്റെ സബ്ലോഡാണ് നോക്കണം. അതിൽ രാഹു ഇവിടെ 8-ാം ഭാവത്തിന്റെ സബ്ലോഡ് രാഹുവാണ്. പിന്നെ രാഹു ഉണ്ടോ? രാഹു അവിടെ വേറെ ഇല്ല. അപ്പോൾ 8, 6, 7, 8 കഠിനമായ വേദനയും തടവും ആയുസ്സിന് തന്നെ പ്രശ്നം പറയുന്ന ഭാവം, ആയുർ സ്ഥാനവും എല്ലാം 8-ആണ്. അപ്പൊ അവിടെ 8 ആക്റ്റീവ് ആയിട്ടുണ്ട്. 6, 5, 3 ഭാവങ്ങൾ അവിടെ ഉണ്ട്. രാഹു ആണ് പ്ലാനറ്റ്. രാഹു പിന്നെ അടുത്ത ചിത്രനാഥൻ നമുക്കിപ്പോ ഇപ്പോഴത്തെ സമയം മാത്രം പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ ശുക്രനാണ്. അപ്പോഴത്തെ ശുക്രന്റെ ഫലം തന്നെ വരും. 6, 12 ഒക്കെ വരുന്നുണ്ട്. കേസ് വഴക്കുകൾ ഇപ്പോഴും നിലവിൽ നടക്കുന്നുണ്ട്. തൊട്ടു മുന്നേ കേതു ആയിരുന്ന സമയത്ത് നോക്കുക, കേതു ആകുമ്പോഴും കേതു ഭാവങ്ങളുടെ സബ്ലോഡ് 10ന്റെ ആണ്. കേതു ഇവിടെ 6-ാം ഭാവത്തിന്റെ സബ്ലോഡാണ് കേതു. 6ഉം 12 അവിടെയും ഉണ്ട് കേട്ടോ. 6ഉം 12 അവിടെയുണ്ട്. 6-ാം ഭാവത്തിന്റെ ശുക്രനാണ്. കേതുവിന്റെ എന്നെല്ലാം ശുക്രനാണ്. അപ്പോൾ ശുക്രന്റെ ഫലം തന്നെയാണ് ഇവിടെയും കാണിക്കുക. ശുക്രൻ പ്ലാനറ്റ് ലെവലിൽ 1, 6 എന്നുള്ള ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശുക്രൻ തന്നെയാണ് ഇവിടെയും ഫലം തരുന്നത്. അപ്പൊ ഈ കേതുവും പ്രശ്നക്കാരനാണ്. ശുക്രൻ ഈ രാഹുവിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളുക, ശുക്രൻ തന്നെ വിവാഹമദനാലോക ഭാര്യാഭർത്തൃ സമാഗമ എന്നുള്ള ഇതിലും ശുക്രൻ വിവാഹത്തിന്റെയും മദനകാര്യങ്ങളുടെയും എല്ലാം സ്ത്രീകളുടെയും എല്ലാം കാരകത്വം, പെൺകുട്ടികളുടെയും എല്ലാം കാരകത്വം ശുക്രനാണ്. ചന്ദ്രനാണ് പ്രായം ചെന്ന സ്ത്രീകളെയൊക്കെ പറയുക, യുവതികളെ ശുക്രനെ കൊണ്ട് പറയും. അപ്പൊ ഇതില് ശുക്രൻ എന്നുള്ള പ്ലാനറ്റിനെ കൊണ്ട് നമ്മൾ സ്ത്രീ എന്നുള്ള ഇത് എടുക്കാം. രാഹു ചീറ്റിംഗ് പ്ലാനറ്റ് ആണ്. രാഹു അറിയാം, നമുക്ക് രാഹു വന്നു കഴിഞ്ഞാൽ ചതിക്കപ്പെടും എന്നുള്ള ഒരു പ്ലാനറ്റ് ആണ് രാഹു. രാഹു പ്രശ്നക്കാരനാണ്.
ഈ രാഹുവിന് 8ാം ഭാവത്തിന്റെ സബ്ലോഡ് കിട്ടി. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം 3, 5, 6. 5ാം ഭാവം കുട്ടികളാണ്, ചൈൽഡാണ്. അപ്പോൾ 3, 5, 6 എന്നുള്ള ഭാവങ്ങൾ ആക്റ്റീവ് ആവുക. 5ന്റെ 4, 5ാം ഭാവത്തിന്റെ 12ാം ഭാവമായ 4 സബ്ലോഡ് ലെവലിൽ വരിക. അപ്പൊ രാഹുവും സൂര്യനുമാണ് ഇവിടെ പ്ലാനറ്റ് ആയിട്ട് വരുന്നത്. രാഹുവും സൂര്യനും അത്ര നല്ല പ്ലാനറ്റുകളല്ല, രണ്ടുപേരും പ്രശ്നക്കാരാണ് ഒത്തുവരുമ്പോൾ. ഇവിടെ തന്നെ 5ന്റെ പ്രതിരോധിക്കുന്ന 5ന്റെ വ്യയസ്ഥാനമായ 4 ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ സബ്ലോഡ് ലെവലിൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ 8ാം ഭാവം കണ്ടോ, അതെല്ലാം ഇവിടെ രാഹുവിൽ കണക്ട് ചെയ്യാം. ശുക്രൻ 6, 12 കൊടുത്തു. 6, 12 വരുമ്പോൾ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് 4 ചുമരുകൾക്കുള്ളിലാവാൻ്റെ യോഗമുണ്ട്. അതൊരു ആശുപത്രി വാസമാവാം എല്ലാം. പക്ഷെ ഇവിടെ 8ഉം കൂടെ വരുമ്പോഴാണ് നമ്മൾ അതൊരു തടവറ പോലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. 8, 6, 8, 12 തടവറ, ആശുപത്രി വാസം ഇതെല്ലാം ഫലത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ശുക്രൻ രാഹു എന്നുള്ള പ്ലാനറ്റിന്റെ ബന്ധം അയാളെ തടവറയിലേക്ക് എത്തിക്കാനുള്ള, മീൻസ് കേസ് വഴക്കുകളിലേക്ക് എത്തിക്കാനുള്ള കാരണമായി. രോഗാവസ്ഥയും പറയും, അസുഖങ്ങളിലെല്ലാം ഇതിൽ പറയണം. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു കൊച്ചുകുട്ടിയാണ്, അയാളുടെ വീടിന്റെ അടുത്തുള്ളതാണെന്ന് തോന്നുന്നു. ഈ അദ്ദേഹം വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് തോന്നുന്നത് ആ കുട്ടിയെ ഒന്ന് ഹഗ് ചെയ്തു. അപ്പോൾ ആ ഒരു ഹഗ്ഗിങ് എന്ന് പറയുന്നത് എന്തുദ്ദേശം, സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്നുള്ളതൊന്നും വ്യക്തതയില്ല. പക്ഷെ ഹഗ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടി വീട്ടുകാരോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കേസായി മാറിയതാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മള് കൊച്ചുമക്കളെ പോലെ നമ്മൾ കണ്ട് കുട്ടികളോട് പെരുമാറുമ്പോൾ, ഇപ്പൊ കുട്ടികളെല്ലാം ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ അറിയാവുന്നതാണ്. അത് എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ഇപ്പൊ ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിവതും പരിചയമില്ലാത്ത കുട്ടികളോട് നിങ്ങൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളുക. അവര് കീപ് ഡിസ്റ്റൻസ്. അന്യ കുട്ടികളോട് നമ്മൾ അവരുടെ ശരീരം തൊട്ട് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സേഫ്റ്റിക്കും അവരുടെ സേഫ്റ്റിക്കും സമൂഹത്തിനും എല്ലാം നല്ലത് അത് തന്നെയാണ്, പഴയ കാലഘട്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇതേ അവസ്ഥയിൽ ഇദ്ദേഹത്തിന് വന്നു, മാനക്കേടുണ്ടായി. അദ്ദേഹം വേറെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഭാര്യയൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ്. ഏഴിന്റെ സബ്ലോഡ് ചന്ദ്രനാണ്. 4, 8, 11 കണ്ടോ, അവിടെയും 8 ഉണ്ട്. ഒരു ഭാര്യ മരണമുണ്ട്. ഈ വ്യാഴം തന്നെ എടുത്താൽ തന്നെ അറിയാം കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം ചിന്തിക്കുമ്പോൾ 7ാം ഭാവത്തിന്റെ സബ്ലോഡ് വന്നിരിക്കുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രന്റെ പ്ലാനറ്റ് ഇപ്പൊ 7ന്റെ സബ്ലോഡാണ്. ആ ചന്ദ്രന്റെ എണ്ണൽ എന്ന് സൂചിപ്പിക്കുന്നത് വ്യാഴമാണ്. ആ വ്യാഴം 4, 8, 11 കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വ്യാഴം 6ന്റെയും 9ന്റെയും 12ന്റെയും സബ്ലോഡാണ്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം 6, 12 വന്നത് കേസ്, വഴക്കുകൾ, ഭാര്യ നഷ്ടം, വിരഹം, അസുഖം, ഇതെല്ലാം പറയാം. അപ്പൊ ഭാര്യയ്ക്ക് എന്തോ അസുഖം ഒന്നും മരണപ്പെട്ടതാണ്. അപ്പൊ 7ാം ഭാവം ഭാര്യനാശം ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഈ 9 ആക്റ്റീവായി ഇദ്ദേഹം സെക്കൻഡ് മാരേജ് ചെയ്താൽ മതിയായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതൽ എനിക്ക് ഈ വ്യക്തിയെ പരിചയമില്ല. എൻ്റെ ഒരു സുഹൃത്ത് വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതുവഴി ഒരാള് അയാളുടെ ജാതകം നോക്കാനായിട്ട് തന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കോമ്പിനേഷൻ, ഇപ്പം ഭാര്യ മരണത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണം ഈ ജാതകത്തിലുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കേസ് വഴക്കുകൾ വരുന്ന സമയമാണ്. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തന്നെ ആയുസ്സിന് മോശകരമായിട്ടുള്ള സമയമാണ്, ശ്രദ്ധിച്ചോണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നു. കേസിലൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ളത് ഒക്കെ അതിൽ നല്ലത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ജാതകത്തിന്റെ സമയമോശം കൊണ്ട് വന്നുപോയതാണ്. ഈ ശുക്രൻ ലഹരിയുടെ ഉപയോഗവും പറയണം. ഈ ശുക്രൻ കണ്ടോ, ശുക്രൻ മൊത്തത്തിൽ ഇദ്ദേഹത്തിന് പിഴച്ചുപോയി. അപ്പോൾ ഇതൊരു തടവറയ്ക്കുള്ളിൽ കിടക്കുക, ഡിപ്രഷൻ ആവുക, ലഹരിക്ക് അഡിക്റ്റ് ആവുക എന്നുള്ള ഫലമെല്ലാം ഈ ശുക്രൻ തരും. അതാണ് ഈ ശുക്രൻ രാഹുവും കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫലം. ഇതേ കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങളും വിടരുത്. നിങ്ങൾ എല്ലാവർക്കും ഈ പ്രത്യക്ഷത്തില് ഈ ഗ്രഹങ്ങളുടെ സ്ക്രിപ്റ്റ് കാണുമ്പോൾ അറിയാം. പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഭാവങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അതായത് സബ്ലോഡ് ലെവലിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഈ രാഹുവിന് 8ന്റെ ബന്ധമുണ്ടെന്നും ഈ വ്യാഴത്തിന് 6ന്റെയും 12ന്റെയൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മോശഭാവങ്ങൾ പരസ്പരം ദശാഭാരങ്ങളെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇദ്ദേഹത്തിന് ചെറുപ്രായത്തിലോ അല്ലെങ്കിൽ വേറൊരു സമയത്തോ ഇതൊന്നും പറ്റിയിട്ടില്ല. ഇത് ആലോചിച്ചു, ഈ പ്രായത്തിൽ ശുക്രൻ ദശ തുടങ്ങി, ആ ശുക്രന്റേതായ പ്രശ്നങ്ങൾ തുടങ്ങി, അദ്ദേഹം ലഹരിക്ക് അഡിക്റ്റ് ആയി. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് 8ാം ഭാവം. നമ്മൾ എല്ലാ വിഷയത്തിലും എല്ലാ വിഷയ സംബന്ധമായിട്ടുള്ള അഡിക്ഷനും 8ആണ്.
അപ്പൊ ആ 8ാം ഭാവത്തിനെ സൂചിപ്പിക്കുന്ന ശുക്രനുണ്ട്. ഈ രാഹുവും വന്നതുകൊണ്ടും ആണ് ഇയാൾക്ക് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ കേസ് വഴക്ക് ഈ പ്രായത്തിൽ, മീൻസ് ഇത്രയും വയസ്സായ ഈ പ്രായത്തിൽ, റെസ്റ്റ് എടുക്കേണ്ട പ്രായത്തിൽ നിയമ പോരാട്ടങ്ങളുടെ പിറകിൽ പോവേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. ഇത് വളരെ വ്യക്തമായിട്ട് KP നമുക്ക് അറിയാൻ പറ്റും. ഇത് ശുക്രദശയിൽ രാഹുവിന്റെ അപഹാര സമയത്ത് ഇത് സംഭവിച്ചു എന്നുള്ളത്. ജാതകത്തില് ജാതകം ഇയാൾക്ക് ജാതകത്തെ ട്രഡീഷണൽ നോക്കിക്കഴിഞ്ഞാലും ലഗ്ന ഇടവാണ്. ശുക്രൻ ലഗ്നാധിപൻ തന്നെയാണ്. 6 നിൽക്കുന്നുണ്ട്. 6 ചന്ദ്രൻ രാഹു ശുക്രൻ. കണ്ടോ, ചന്ദ്രൻ രാഹു ശുക്രൻ, ഇത് 3 പ്ലാനറ്റ് മാറും തന്നെയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും അയാൾക്ക് വന്നിട്ടുണ്ട്. കാരണം 6ാം ഭാവം കേസ് വഴക്കുള്ളത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് കേസിന്റെയും വഴക്കിന്റെയും പിറകെ പോവാം. ചന്ദ്രനും ശുക്രനും സ്ത്രീ പ്ലാനറ്റ് തന്നെയാണ്. രാഹു അതിനകത്തൊരു ചതി കൊടുത്തു. ചതി എന്ന് പറയുമ്പോൾ അറിവില്ലായ്മ, ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ ആ കുട്ടി ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ എന്താ തന്നെയായിരുന്നാലും ഇദ്ദേഹത്തിന് അതൊരു കെണിയായി. 3ാം ഭാവം അയൽപക്കമാണെന്നാണ് തോന്നുന്നത്. അയൽപക്കത്തിന്റെയോ സുഹൃത്തിന്റെയോ ഒക്കെയാണ്. അയൽപക്കാൻ ആവാനാണ് എനിക്ക് തോന്നുന്നത്. അയൽപക്കമാണെന്ന് തോന്നുന്നത്. അതാണ് 3ാം ഭാവം ആക്റ്റീവായി. 3, 5, 6 കോമ്പിനേഷൻ കണ്ടോ. ഇപ്പൊ ഒരു 3, 5, 6 കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു ഫലം ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ആ ഹൗസ് ഗ്രൂപ്പിംഗിൽ പഠിച്ചില്ലേ? നമ്മൾ സാധാരണ എടുക്കുമ്പോൾ 3, 5, 6 പ്രായം നോക്കി, 6 നോക്കി, 8 നോക്കി. അപ്പോൾ ഈ 8 വരുമ്പോഴാണ് 3, 5, 6 ഇങ്ങനെ വരുന്നത്. ഇത് ഡിപ്രഷനാണ്, മാനസിക വിഭ്രാന്തിയാണ്. രാഹു ആക്റ്റീവ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫലം. ഇത് സന്താന നഷ്ടത്തിന്റെ, ഇപ്പൊ ഒരു ഗർഭാവസ്ഥയിലാണ് ഒരു കുഞ്ഞാണ്, വിവാഹം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇതൊരു സന്താന നഷ്ടത്തിന്റെ ലക്ഷണം കൂടെയാണ്, ചികിത്സയുടെ ഒക്കെ ലക്ഷണം കൂടെയാണ്. അതും കൂടെ നമ്മൾ പ്ലാൻ നോക്കി പറയണം. ഓരോ ഭാവങ്ങളിൽ ഹൗസ് ഗ്രൂപ്പിംഗിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലം പറയുന്നത് എങ്ങനെയാണ്. 3, 5, 6ന്റെ ഫലം സന്താന വിഷയങ്ങളാണ്, പെൺകുട്ടികളാണ്, ആ സമയമാണ് എന്നുണ്ടെങ്കിൽ അത് സന്താനത്തിന്റെ നഷ്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ചികിത്സയെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ഈ രാഹുവും 8ാം ഭാവവും എല്ലാം അവിടെ ആക്റ്റീവാണ്. കണ്ടോ, ഇവിടെ ശുക്രൻ 4-8. അപ്പൊ ഇത് ഓരോ ഭാവങ്ങളും ഓരോ ഹൗസ് ഗ്രൂപ്പിംഗിലും വ്യത്യസ്തമാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഒരു സംശയം ചോദിച്ചു. ഇവിടെ ശുക്രനെ വ്യാഴം, സബ്ലോഡ് വ്യാഴവും സ്റ്റാറിലോട് വ്യാഴം തന്നെയാണല്ലോ. കേൾക്കുന്നുണ്ടോ സാർ? അപ്പോ ഇത് 4, 8, 11 അവിടെ കണക്റ്റഡ് ആയതുകൊണ്ട് ഇയാൾ പതുക്കെ കേസ് ഊരി പോരുമോ? കുറേ കാലം എടുക്കും. അയാളുടെ ഭാഗം ചിലപ്പോ ഇദ്ദേഹത്തിന്റെ മക്കൾ തന്നെ ഇദ്ദേഹത്തിന് അനുകൂലത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 11 ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാം. പിന്നെ വ്യാഴമാണ് ഈ പ്ലാനറ്റ്. അതെ അതെ അതെ, അതാണ് വ്യാഴം കൂടെ ആണല്ലോ. വ്യാഴമാണ് 11 അപ്പൊ അതുകൊണ്ട് 11. പിന്നെ ഇദ്ദേഹത്തിന് അറിയാവുന്നവർക്ക് ഇദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ്, ഇങ്ങനെയുള്ള ആളല്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹവും പറഞ്ഞു ഞാൻ ഇത് മോശമായിട്ടല്ല എന്ന് പറയുന്നു. ഈ ഒരു കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ വിഷയം. അപ്പൊ അത് വീട്ടിൽ ആരും ഇല്ലാത്ത സമയമായതുകൊണ്ടായിരിക്കും അത് അത്രയും ആയിരിക്കാം. ആരുമില്ലാത്ത സമയത്താവുമ്പോ അത് വളരെ ശ്രദ്ധിക്കണം. അത് പോക്സോ കേസ് അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അതിനെ ബാധിച്ച് എന്താണ് എന്ന് പറഞ്ഞ് കുട്ടി തന്നെ അത് മനസ്സിലാക്കിയെടുത്ത് എതിര് പറഞ്ഞാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. എന്താണ് ഇപ്പൊ വേറെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതായിട്ട് അറിയില്ല. അതിന്റെ FIR ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. ശുക്രൻ എന്തായാലും ലഗ്നാധിപനും കൂടി ആണല്ലോ. അപ്പൊ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അനുകൂലമാവട്ടെ. കാരണം പോക്സോ കേസിന്റെ വിധി 5, 10 വർഷമൊന്നും അല്ല എന്റെ ശിക്ഷ കിട്ടുന്നത്. 30, 40, 50 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പോകും. അപ്പൊ ആ പ്രായം ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജയിലിലായിരിക്കും. ആ ഒരു അവസ്ഥയാണ്. അതെ. അതുകൊണ്ട് അതാണ് പോക്സോ കേസിന്റെ പ്രത്യേകത. ഈ ശുക്രനും രാഹുവും വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ശുക്രനും രാഹുവും വന്നപ്പോ ഇപ്പൊ നിങ്ങൾ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിൽ വേണം. ഇപ്പൊ ഒരു പയ്യനാണ് നിങ്ങൾ അടുത്ത് വരികയാണെങ്കിലും ഈ ശുക്രനും രാഹുവും ഇതേ കോമ്പിനേഷനിലൊക്കെ വരുമ്പോ അവരോട് ഉപദേശം കൊടുക്കേണ്ട ഒരു വിഷയം കൂടെയാണിത്. സ്ത്രീ വിഷയത്തിൽ ശുക്രനും രാഹു ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയേണ്ടി വരും. സ്ത്രീ വിഷയങ്ങളിൽ ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ 5, 6 കണ്ട പ്രണയ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങള്, ഇതെല്ലാം ഈ ലഹരിക്ക് ഉള്ള വിഷയങ്ങൾ. കാരണം ഇവിടെ രാഹു 8ന്റെ ഫലസൂചകനും കൂടെയാണ്. ഇവിടെ ഒരു നല്ലൊരു ഫലസൂചന ഇല്ല. ഇപ്പം പാവം ഈ 5ന്റെ 12 4. അപ്പൊ അതും ആക്റ്റീവ് ആയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഒരു ചത്തതിന് തുല്യമാണ്. അയാളുടെ ലഗ്നാധിപൻ തന്നെ 12 പോയി. കാരണം അയാളുടെ പെരുമയും എല്ലാം പോയി, നശിച്ചു. ഇതെല്ലാം ഭാര്യ മരിച്ചതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആള് ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് അങ്ങ് പോയി, ലഹരിക്ക് അഡിക്റ്റ് ആയി പോയി ഭാര്യ നഷ്ടപ്പെട്ടപ്പോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. സുഖമില്ലാതായിട്ട് എന്തോ മരിച്ചതാണ്. അപ്പൊ അതൊക്കെ ആളുടെ മാനസിക നിലയെ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ജാതകങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എല്ലാരും
ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയല്ല, ഹൗസ് ഗ്രൂപ്പിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയില്ലേ. 5, 6, 3 കഴിഞ്ഞുള്ള ഫലങ്ങൾ വരുമ്പോൾ അടുത്തൊരു ജാതകം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഏകദേശം പിടിയിട്ടു. ഇപ്പൊ ഇത് പോക്സോ കേസിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പോക്സോ എന്നല്ല, ഈ പോക്സോ ഈ 5-ാം ഭാവം വന്നുകൊണ്ട് തന്നെയാണ് പോക്സോ വന്നത്. 5, 4 എന്നൊക്കെ ബന്ധങ്ങൾ വരുമ്പോഴാണ് പോക്സോ കേസ് വരുന്നത്. നോർമലി കേസ് തന്നെ വരാനുള്ള യോഗ്യത, തടവറ കിടക്കാനും യോഗം വരാനും ഉള്ള കാരണം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയാം. ഓക്കെ.